നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് അത്യാവശ്യമായിട്ട് അയാളെ ഒന്ന് കാണണം. അല്ല, എന്തിന്? കേസ് അന്വേഷണത്തിന്റെ റൂട്ട് മാപ്പ് കൊടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ വഴിതെറ്റിപ്പോകും. ഓ, ഇനി നമ്മുടെ കാലം, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ അതിനുവേണ്ടി ആരെ കുരുതി കൊടുക്കുന്നതിനും തെറ്റുമില്ല. അഡ്മിഷൻ ടൈമാ. എന്തായാലും ഓഫീസിലേക്ക് വന്നാ മതി. ശരി മാഡം, ഞാൻ ഇറങ്ങാ. അല്ല, നിക്ക് മോളെ. ഇതെന്താ? മോള് തുറന്നു നോക്ക്. ഇതെന്തിനാ? ഇത് രാധയ്ക്കുള്ളതാ. എനിക്കെന്തിനാ ഇത്രയും പണം? ഇന്ന് ഡാൻസ് ചെയ്തില്ലേ, അതിന്റെ പ്രതിഫലം. ഇത്രയും തുകയോ? വിദേശികൾക്ക് വേണ്ടി പെർഫോമൻസ് നടത്തുമ്പോ അതിന്റെ പ്രതിഫലം എത്രയാണെന്നാ കരുതിയത്? വേണ്ട മാഡം, ഇത് ഫിദ മാഡത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എനിക്ക് മാസം മാസം കിട്ടുന്ന ശമ്പളം എന്തായാലും അതും. ഫിദ മാഡം എന്റെ കുടുംബത്തിന്റെ കടം വീട്ടിയതല്ലേ, പതുക്കെ പതുക്കെ എനിക്കത് തീർക്കണം. മോളുടെ കടം വീട്ടിയതിന് അമ്മ കണക്ക് ചോദിക്കോ? അല്ല, ഫിദ മേഡം മോളെ പോലെയല്ലേ രാധികയെ കാണുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും അത് ശരിയല്ല, പണത്തിന്റെ കാര്യല്ലേ. ഫിദ മേഡത്തിന് പണത്തിനേക്കാൾ അപ്പുറമാ മോളുടെ കാര്യം. അതെന്താ? അതിന്റെ കാരണമൊന്നും എനിക്കറിഞ്ഞൂടാ. മാഡം, ഫിദ മാഡത്തിന് എന്തെങ്കിലും വലിയ സങ്കടമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നെ? ഫിദ മാഡം എന്നെ ചേർത്ത് പിടിക്കില്ലേ? അപ്പോ ഫിദ മാഡത്തിന്റെ നെഞ്ചെടുപ്പ് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഫിദ മാഡം കരയുന്നുണ്ടെന്ന് തോന്നും, ചെറിയ തേങ്ങൽ കേൾക്കുന്നത് പോലെ. അതൊക്കെ സ്നേഹക്കൂടുതലുകൊണ്ട് തോന്നുന്നതാ. രാധികയ്ക്ക് ഫിദ മാഡത്തിന് എങ്ങനെയാ തോന്നുന്നേ? അമ്മയെ പോലെ. ഞാൻ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെയാ ഫിദ മാഡം എന്നെ ചേർത്ത് പിടിക്കുമ്പോഴൊന്നും. അപ്പൊ ഇനി ധൈര്യമായിട്ട് പണം വാങ്ങാലോ, അമ്മ തന്നതാ. ചെല്ല്. ഫിദ മാഡത്തിനോട് താങ്ക്സ് പറയണേ, കാണുമ്പോ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അത് മതി, ഫിദ മാഡം ഹാപ്പി ആയിരിക്കും. എന്നാ ഞാൻ പോട്ടെ മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.